ഏറ്റവും വലിയ ശ്രീകോവിലെന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സാണ്. നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ ശ്രീകോവിലെന്നാണ്. അതായത് ഇപ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്തുണ്ടായിരിക്കണം? നന്മയുടെ വെളിച്ചമുണ്ടായിരിക്കണം. നന്മയുടെ വെളിച്ചം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മളുടെ മനസ്സിനെ തിന്മയുടെ അന്ധകാരം ഒരിക്കലും നമ്മളുടെ മനസ്സിൽ വ്യാപിക്കുവാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ എപ്പോഴും നന്മയുടെ വെളിച്ചമായിരിക്കണം നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ടത്. നന്മയായിരിക്കണം നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ടത്. കേട്ടോ, ഒരാളെങ്കിലും എന്നോട് ചോദിക്കുകയാണ് ഇയാളുടെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ മനസ്സിലെ നന്മയാണ് എൻ്റെ ദൈവം എന്ന് ഞാൻ പറയും. നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ എന്തുണ്ടാവും? നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ എന്തുണ്ടാവും? നന്മകൾ ഉണ്ടാകും എന്നാണ് കേട്ടോ. നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നന്മയുണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ പറയും ഇപ്പം നന്മയെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാകാൻ പാടില്ല? ദ്രോഹചിന്തകൾ ഉണ്ടാകാൻ പാടില്ല. ദ്രോഹചിന്തകൾക്ക് നമ്മളുടെ മനസ്സിൽ സ്ഥാനം നൽകാൻ പാടില്ല. ദ്രോഹചിന്തകൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമോ? ദ്രോഹചിന്തകളുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ അസൂയയിൽ നിന്നുമാണ് ദ്രോഹചിന്തകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അസൂയക്കോ ദ്രോഹചിന്തയ്ക്കോ ഒന്നും നമ്മളുടെ മനസ്സിൽ ഇടം നൽകരുത് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിക്കുക, നന്മയിലൂടെ മുന്നേറാൻ ശ്രമിക്കുക കേട്ടോ. മറ്റൊരാൾക്ക് ദ്രോഹമാകുന്ന യാതൊരു പ്രവൃത്തികളും ചെയ്യാൻ പാടില്ല കേട്ടോ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കുക. മറ്റൊരാൾക്ക് ദ്രോഹമാകുന്നത് ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ മാത്രമാകണമെന്നില്ല, നമ്മുടെ വാക്കുകളും സൂക്ഷിക്കണം കേട്ടോ. വാക്കുകളും വളരെ നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്? അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. ഉള്ള കാര്യത്തിനോട് തുറന്നു പറയുക. നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായം പറയണമെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞ് സത്യസന്ധമായിട്ട് അഭിപ്രായം പറയുക. അത് തെറ്റില്ല കേട്ടോ. അല്ലാതെ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ മറ്റൊരാൾക്ക് എന്തായി മാറാൻ പാടില്ല? ദ്രോഹമായി മാറുന്നില്ലെങ്കിൽ എന്താണ്? നന്മയാണ്. അതൊരു നന്മയാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ആരാധനാലയങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് എന്താണ്? മാനസികമായ ഒരു ശക്തിയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഒരു ക്ഷേത്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് മുതൽ ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷകളുമാണ്. അല്ലേ? അമ്മോ അല്ലയോ? ആണ്. നമ്മുടെ മനസ്സിലൊരു ശക്തി ലഭിക്കുകയാണ് കേട്ടോ ഈ ആരാധനാലയങ്ങളിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാളാണോ? ഞാൻ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന ആളാണ്, പക്ഷേ എന്നും പോകാറില്ല കേട്ടോ. സമയം കിട്ടുമ്പോഴൊക്കെ പോകാറുണ്ട്. എന്നൊന്നും പോകാറില്ല. 2 മാസം കൂടിയുള്ളൂ, മാസത്തിലൊരിക്കലൊക്കെ പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല? ജീവിതത്തിൽ നമ്മൾ ചെറിയ നന്മകൾ ചെയ്താൽ പോലും നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ പ്രതിഫലം വലിയ നന്മകളായിട്ട് നമ്മെ തേടിയെത്തുന്നതാണ് കേട്ടോ. മറിച്ചായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. തിന്മകളിൽ പ്രവർത്തിച്ചാലും അങ്ങനെ തന്നെയാണ്. തിന്മകൾ പ്രവർത്തിച്ചാൽ ആ വൻ ദുരന്തങ്ങൾ, അതിൻ്റെ റിസൾട്ട് വൻ ദുരന്തങ്ങളായി നമ്മെ തേടിയെത്തുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് ചെയ്യുക? നന്മകൾ പ്രവർത്തിക്കുക. നമ്മുടെ വാക്കും പ്രവൃത്തിയും നല്ലതാക്കുക. അത്രയും